ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ നിർണായക ചുവടുവയ്പ്പാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ സന്ദർശനം. 2021 അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അവസാനിച്ച മട്ടായിരുന്നു. പിന്നീട് നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കുകയും അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാമമാത്രമായി കാബൂളിലുള്ള ഇന്ത്യൻ എംബസി പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. എന്നാലും അത് പൂർണ്ണതോതിലായില്ല. ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്ത്യൻ എംബസി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാനും അവിടെ വേണ്ട നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ നിയമിക്കാനും കഴിഞ്ഞ ദിവസം രണ്ട് വിദേശകാര്യമന്ത്രി, അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകൾ ഇന്ത്യയിലേക്ക് അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ എംബസി, അതാണ് ഏറ്റവും നിർണായക സംഗതി. കാര്യം, നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം എന്ന് അംഗീകരിക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യ പടിയാണ് എംബസിയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുക എന്നുള്ളത്. നിലവിൽ അഫ്ഗാനിസ്ഥാനെ ഒരു പരമാധികാര രാഷ്ട്രം അല്ലെങ്കിൽ ആ സർക്കാരിനെ അംഗീകരിക്കുന്നത് റഷ്യ മാത്രമാണ്. 2025 റഷ്യ ആ അംഗീകാരം കൊടുത്തത്. 2021 താലിബാൻ അവിടെ വീണ്ടും അധികാരത്തിൽ വന്നതെങ്കിലും 25 മാത്രമാണ് റഷ്യ പോലും കാര്യം റഷ്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരത്തെ തന്നെ പല ബന്ധങ്ങളും ഉള്ള ഒരു രാഷ്ട്രമാണ്. റഷ്യ പോലും 2025 താലിബാൻ ഭരണകൂടത്തിന് അംഗീകാരം കൊടുത്തതെന്ന് പറയുമ്പോഴാണ് ഇന്ത്യ പുതിയ തരത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ളത് വലിയ നിർണായക സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ 2021 ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയം അവിടെ നിന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയാണ് അവിടുത്തെ ജീവനക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. 2021 ഓഗസ്റ്റ് 15, 16 തീയതികളിലായിട്ടായിരുന്നു ആ രക്ഷാപ്രവർത്തന ദൗത്യം ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങൾ, അതായത് C-17 ശ്രേണിയിൽപ്പെട്ട 2 വിമാനങ്ങൾ അയച്ചാണ് നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത്. ആദ്യത്തെ ദിവസം 45 പേരടങ്ങുന്ന സംഘത്തെയാണ് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നത്. പക്ഷേ ഇവരെ കൊണ്ടുവരുന്ന വഴിക്ക് താലിബാന്റെ ആൾക്കാർ ഇവരെ കൊള്ളയടിച്ച് ഇവരുടെ വസ്തുവകകൾ, ബാഗുകൾ അടക്കമുള്ളവ കവർന്നു. അതിനുശേഷം വളരെ പണിപ്പെട്ടാണ് ആദ്യത്തെ ദിവസം അവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നത്. രണ്ടാമത്തെ ദിവസം 120 പേരടങ്ങുന്ന വലിയൊരു സംഘമുണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ അംബാസഡർ അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ മടങ്ങി വരവ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയായിരുന്നു. കാര്യം, ഇവർ ആക്രമിക്കപ്പെടും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ വന്നതാണ്. പക്ഷെ അവിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഇവരെ ഗുജറാത്തിലെ ജാംനഗറിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇത്ര ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അത്ര വലിയൊരു ഭീഷണി നേരിട്ട സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യ താലിബാന്റെ വിദേശകാര്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നത് എന്നതുകൂടി ഓർക്കണം. ഈ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അടുക്കുന്നത്, നയതന്ത്രപരമായി ബന്ധം സ്ഥാപിക്കുന്നത് പാകിസ്ഥാന് അത്ര സുഖകരമായ സംഗതിയല്ല. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി പല തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന, അത് പാകിസ്ഥാൻ സൈന്യത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ വേട്ടയാടാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാൻ്റെ കാബൂളിൽ പാകിസ്ഥാൻ സേന കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു. അവിടെ ഷാഹിദ് അബ്ദുൽ ഹക്ക് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ അവരുടെ നേതാവ് നൂർ വലി മഹ്സാദ് എന്ന് പറയുന്നയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഏതായാലും വലിയൊരു ആൾനാശം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ കാബൂൾ അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാൻ്റെ ഈ നടപടിയെ നിശിതമായി ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായക സംഗതി. അതായത് താലിബാൻ ഭരണകൂടം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ ഇരയായ ഒരു രാഷ്ട്രമാണ് എന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഒരു കാലഘട്ടം വരെ ഈ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ അവർ അഫ്ഗാനിൻ്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഭീകര നടപടികളൊക്കെ എടുത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താലിബാൻ അധികാരത്തിൽ വന്ന 4 വർഷത്തിനുള്ളിൽ ഇവരെ പൂർണ്ണമായും അവിടെ നിന്ന് തുടച്ചു നീക്കി എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ നടപ്പിലാക്കിയ അതേ പദ്ധതി
പാകിസ്ഥാൻ്റെ മണ്ണിലും നടപ്പിലാക്കണം അതായത് പാകിസ്ഥാനിൽ വെള്ളവും വളവും ഏറ്റ് വളരുന്ന ഭീകരവാദ സംഘടനകളെ പാകിസ്ഥാൻ തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു പ്രഖ്യാപനം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതും വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അഫ്ഗാൻ മണ്ണിൽ നിന്നുകൊണ്ട് ആ പരിപാടി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കില്ല, അതിനെതിരെ ശക്തമായ നടപടി അഫ്ഗാൻ ഭരണകൂടം സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യയിലോട്ടുള്ള സന്ദർശനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിവാദവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അനുവദിച്ചില്ല. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ താലിബാൻ അവരുടെ ഇത്തരത്തിലുള്ള വിവേചനം, കാര്യം താലിബാൻ ഭരണകൂടം കടുത്ത യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ളവരാണ്, സ്ത്രീകൾക്ക് അവർ വലിയ സ്വാതന്ത്ര്യമോ ഇത്തരം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനുള്ള അനുവാദമോ നൽകാറില്ല. അപ്പോൾ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പ്രിയങ്ക ഗാന്ധി അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അന്വേഷിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന, വനിതകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇതാണോ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് എന്ന തരത്തിലാണ് അവർ ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. അത് അഫ്ഗാൻ ഭരണകൂടം, അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിയ ഒരു പത്രസമ്മേളനമാണ്. അതിൽ ഇന്ത്യൻ സർക്കാരിന് യാതൊരു ബന്ധവുമില്ല, ഒരു പങ്കുമില്ല. അത് അവർ തന്നെ ആസൂത്രണം ചെയ്ത ഒരു പത്രസമ്മേളനമാണ് എന്ന രീതിയിലുള്ളൊരു വിശദീകരണമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരു തന്ത്രപരമായ ഒരു അടുപ്പം അഫ്ഗാനിസ്ഥാനുമായി പുലർത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ആരോപിക്കുന്നത് ഈ തെഹ്രീക്കെ താലിബാൻ ഇന്ത്യയുടെ പ്രോക്സിയാണ്, ഇന്ത്യയുടെ നിഴൽ സംഘടനയാണ് എന്നുവരെ ആക്ഷേപിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത്തരത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ഒരു തർക്കം നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ കൂടെ കൂട്ടുന്നത് എന്നുള്ളത് നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ചില വ്യാപാര പദ്ധതികളും അഫ്ഗാനിസ്ഥാനിലൂടെ നേടാനുണ്ട്. അതായത് ഇറാൻ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ഇടനാഴിയായിട്ട് അഫ്ഗാനിസ്ഥാനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപം നടത്താനായിട്ടുള്ള വലിയൊരു സാധ്യതയും തുറന്നു കിട്ടുകയാണ്. ഏതാണ്ട് 10 മാസം മുൻപാണ് കാബൂളിലുള്ള ഇന്ത്യൻ എംബസി നാമമാത്രമായി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അവിടെ വേണ്ട ജീവനക്കാർ, വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ളവ ലഭ്യമാക്കി പൂർണ്ണതോതിൽ അവിടെ ഈ ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന നിലപാടിലേക്ക് പോയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവിടെ ഈ പറയുന്ന അഫ്ഗാൻ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിന് UN-ന്റെ വിലക്കുള്ളത് കൂടിയാണ്. കാരണം ഈ താലിബാൻ എന്ന് പറയുന്നത് ഇപ്പോഴും പലരുടെയും കണ്ണിൽ ഭീകരവാദ സംഘടനയാണ്. അവരൊരു രാജ്യത്തെ നയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. അങ്ങനെ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്ക് UN പ്രവേശന വിലക്ക് പല രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലും വരുന്നതിന് മുമ്പും അത്തരം വിലക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കപ്പെട്ടു എന്നാണ് അഫ്ഗാൻ ഭരണകൂടം അവകാശപ്പെടുന്നത്. ഇതുമായി അത്തരത്തിലൊരു നിലപാട് കിട്ടിയതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നതുകൂടി പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവിടെയും UN-ന്റെ വിലക്ക് നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് ആ സന്ദർശന പരിപാടി ഒഴിവാക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം വന്നു നേരത്തെ റഷ്യയിൽ ഈ അഫ്ഗാൻ പുനർനിർമ്മാണം സംബന്ധിച്ച ഒരു കൂടിയാലോചനാ യോഗത്തിലും ഇന്ത്യയുടെ പ്രതിനിധികളും അതേപോലെ അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രിയും പങ്കെടുത്ത അമേരിക്കയ്ക്കെതിരായ ഒരു പൊതു നിലപാട് അക്കാര്യത്തിൽ പാകിസ്ഥാനുമുണ്ട്. കാര്യം അഫ്ഗാനിസ്ഥാനിലെ ഒരു സൈനിക താവളം ബഗ്രാം എന്ന സൈനിക താവളം അമേരിക്ക തിരിച്ചാവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഒരു സൈനിക താവളം സ്ഥാപിക്കുന്നത് ഒരേ സമയം ഇന്ത്യക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഭീഷണിയാണ്. ഇത് കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും പൊതു നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത, അഫ്ഗാൻ്റെ കാര്യത്തിൽ ഒരു പൊതു നിലപാടെടുത്തു എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ ഔദ്യോഗികമായ ബന്ധം തുടങ്ങിയില്ലെങ്കിൽ പോലും പല കാര്യങ്ങളിലും അഫ്ഗാനിസ്ഥാൻ സഹായകരമായ നിലപാട് നേരത്തെ നമ്മൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അവിടെ അവശ്യ മരുന്നുകൾ എത്തിക്കാൻ 20ഓളം ആംബുലൻസുകൾ എത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടം നിലപാടെടുത്തിരുന്നു. അതേപോലെ കഴിഞ്ഞ 2 മാസം മുമ്പാണ് അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. ഏതാണ്ട് 2000ഓളം പേർ മരിക്കുകയും 5000ഓളം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾ തകർന്നടിയുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ദുരിതാശ്വാസവുമായി ആദ്യം എത്തിയ വിദേശ രാജ്യം ഇന്ത്യയായിരുന്നു. അപ്പോൾ അങ്ങനെ
അഫ്ഗാനിസ്ഥാന് ഇന്ത്യയോട് വലിയ കടപ്പാടും സ്നേഹവുമുണ്ട്. അക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും പൂർണ്ണതോതിൽ അഫ്ഗാനിസ്ഥാനോട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഒരു തന്ത്രപരമായ ഒരു അടവ് നയം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അഫ്ഗാനുമായിട്ടുള്ള സഹകരണം പുനഃസ്ഥാപിക്കാൻ, ആ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം.